ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിന് എന്തൊക്കെ സന്ദേശമാണ്, അഡ്വൈസസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വഴി ഡിവൈൻ സന്ദേശം മറ്റാരുടെയെങ്കിലും കൂടെ അടുത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. അപ്പോൾ ഇവിടെ ഏതോ ഒരാളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് വളരെയധികം അസൂയുള്ള, നിങ്ങളുടെ പുറകിൽ നിന്നും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന അവരുടെ എനർജി നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളോട് പറയരുത്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ബന്ധുക്കളോ അയൽക്കാരോ ആകാം. ആരാണെങ്കിലും നിങ്ങൾ ഇവരുമായിട്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഓവറായിട്ട് ഷെയർ ചെയ്യാതെ ഇരിക്കുക. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാതെ ഇരിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചാൽ പല ആൾക്കാരും ഇപ്പോഴും ഓൺലൈനിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളെ നിരീക്ഷിക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിലെല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരുമായിരിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരോടും അത്രയും പറയാതെ ഇരിക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് അത്ര നല്ലതല്ല. നിങ്ങളോട് അസൂയ തോന്നി ചില വ്യക്തികള് നിങ്ങളുടെ അടുത്തേക്ക് നെഗറ്റീവ് എനർജി എത്തിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടാകുമ്പോൾ ആ ദുഃഖത്തിൽ അവർക്ക് സന്തോഷം ലഭിച്ചേക്കാം. അപ്പോൾ ആരോടൊക്കെ എത്ര കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ആരോടൊക്കെ നിങ്ങളുടെ സീക്രട്സ് പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണുന്നത്, മറ്റാൾക്കാരുടെ എന്തെങ്കിലും സീക്രട്സ് മൂന്നാമത് ഒരാളോട് പറയരുത്. നിങ്ങളെ വിശ്വസിച്ച് ആരെങ്കിലുമൊക്കെ നിങ്ങളോട് അവരുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴി അത് വേറൊരു വ്യക്തിയിലേക്ക് എത്താൻ പാടില്ല എന്നൊരു കാര്യം കാണുന്നുണ്ട്. അത് നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ പാർട്ട്ണറോ ബെസ്റ്റ് ഫ്രണ്ടോ ആരായാലും അത് മൂന്നാമതൊരാള് നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് പറയുന്നു. അത് കാരണം ഒരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല. എങ്കിലും അവിടെ യൂണിവേഴ്സും നിങ്ങളും തമ്മിലുള്ള ഒരു വിശ്വാസമാണ് ബ്രേക്ക് ആകുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ സീക്രട്സ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഇതെല്ലാം, അതായത് അവിടെ നിങ്ങളിലേക്ക് ചില നെഗറ്റീവായിട്ടുള്ള ഇഫക്ട്സ് വരാം. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ആരെങ്കിലും വിശ്വസിച്ച് നമ്മളോട് പറയുന്ന കാര്യം പിന്നെ മൂന്നാമതൊരാളോട് പറയരുത് എന്ന്, വേറൊരാളുടെ ഗോസിപ്പ് ആരോടും പറയരുതെന്ന്. നിങ്ങളുടെ എനർജിയിൽ തന്നെ നിൽക്കുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ തന്നെ നിൽക്കുന്നോ, നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുന്നോ, അത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളർച്ചയും ഉണ്ടാകും. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളർച്ചയും കുറവായിരിക്കും. നമുക്ക് ഡിവൈൻ കരുതി വെച്ചിരിക്കുന്ന പല അനുഗ്രഹങ്ങളും നമ്മുടെ അടുത്ത് എത്താൻ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു സന്ദേശം ഇവിടെ കിട്ടുന്നത്, പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റിൽ തന്നെ വെക്കുക എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ സ്പേസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചറിനാണ്, അല്ലാതെ നിങ്ങളുടെ പാസ്റ്റിനല്ല എന്നുള്ളൊരു സന്ദേശം കൂടെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ അവരുടെ മാരേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലവ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ വിട്ടുകളയാനായിട്ട് മുൻപുണ്ടായിരുന്ന വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മറക്കാൻ പറയുക. അവര് നിങ്ങളുടെ വാക്ക് കൃത്യമായി കേട്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സമാധാനിപ്പിച്ചിട്ടും അവര് വീണ്ടും അത് തന്നെ ഓർത്ത് എനിക്കെന്തിന് ഇത് സംഭവിച്ചു, എന്നോട് എന്തിന് ഇവരെല്ലാം ഇത് ചെയ്തു, എന്തിനെന്നെ ചതിച്ചു എന്നൊക്കെ മാത്രമാണ് വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യാനാണ്. കാരണം അവരുടെ ഈ കാര്യങ്ങളുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലും എത്താം.
നിങ്ങൾ അവർക്ക് ഉപദേശം കൊടുത്തു അല്ലെങ്കിൽ സമാധാനിപ്പിച്ചു, അവരത് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷെ ആ വ്യക്തി നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനേ ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അവരത് മനസ്സിലാക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ലവറോ ആരായാലും നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കിയിട്ടും അവർ ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ ഇല്ല എങ്കിൽ നിങ്ങളുടെ എനർജി അവർക്ക് വേണ്ടി കൊടുക്കാതെ ഇരിക്കുക, അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് വെക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ വാക്ക് ഒട്ടും കേൾക്കുന്നില്ല എങ്കിൽ, എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ ആ വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമാണ്. അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകാൻ അനുവദിക്കേണ്ട ആ ഒരു സമയമാണ്. കാരണം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ടോക്സിക് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ കാണുന്നു സമയം കഴിയും തോറും. ഇനി ബ്രേക്കപ്പ് ആയതാണെങ്കിൽ അവരെ പോകാൻ അനുവദിക്കുക. കാരണം വരുന്ന സമയത്ത് ചില ബന്ധങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടു പോകേണ്ടതാണ്. ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള വ്യക്തികളാകാം, അയൽവാസികളാകാം, ലവേഴ്സ് ആകാം. ചില വ്യക്തികൾക്ക് ഇനി നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലര് തെറ്റായ കാര്യങ്ങളിൽ പൈസ അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ അവരുടെ എഫേർട്സ് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നു. അതുപോലെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം ഡിസിഷൻസ് എടുക്കാനാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങളോട് അത് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാനാണ് പറയുന്നത്. കാരണം ഇവിടെ മിസ്റ്റേക്ക് നിങ്ങളുടെ അടുത്ത് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എഫേർട്സ് ഇട്ടിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾ മടി പിടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇപ്പോൾ നല്ലതായിരിക്കില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് ആകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തും ആകാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ കാരണം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എപ്പോഴും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് തരുന്ന ഒരു സൈനാണ്. അത് നിങ്ങൾ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. നിങ്ങൾക്കത് ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയുക. നിങ്ങൾ സ്വയം വിലയിരുത്തുക. അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും നിങ്ങൾക്കാണ് അറിയാമെന്നുള്ളത്. അത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് വേണ്ട എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ വിട്ടുകളയുക. പല വ്യക്തികൾക്കും കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ചിന്തകൾ വരുന്നതായി കാണുന്നു. ഉത്കണ്ഠ ഉണ്ടാകുന്നു. ചിലർക്ക് രാത്രി നേരെ ഉറങ്ങാൻ കഴിയുന്നില്ല. ചീത്ത സ്വപ്നങ്ങള്, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങള് വരുന്നു. മനസ്സ് മൊത്തത്തില് നെഗറ്റീവായിട്ടുള്ള ഒരു സ്ഥിതി ആയി കാണുന്നു. ചില ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ സ്റ്റെപ്സ് എടുക്കാനാണ് ഇവിടെ കാണുന്നത്. വേറെ ആരും നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വരില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് മുൻപ് വീഡിയോസിൽ പറഞ്ഞതുപോലെ അഫർമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും രാത്രിയും പറയാം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് നിങ്ങളുടെ മനസ്സിനെ ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് മനസ്സിനെ ധരിപ്പിക്കുന്നത് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വൈകിട്ടൊക്കെ നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് സമയം ചിലവഴിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ള പാഠങ്ങളാണ്.
ഈ ജന്മത്തില് നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകള് മാറ്റുന്നതിനുള്ള കാര്യങ്ങള് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. മുൻപ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകള് ചിന്തിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങള് ചിന്തിക്കണം എന്നുള്ള ചിന്ത നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേ മതിയാകൂ. പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ഫിസിക്കലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ പതിയെ പതിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതുവഴി നിങ്ങൾ പോസിറ്റീവ് റിസൾട്ട്സും അതുപോലെ പോസിറ്റീവ് മൈൻഡ് സെറ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങളിൽ ചിലർക്ക് ഹാർട്ട് ചക്രയിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി കാണുന്നു. ചിലപ്പോൾ മുൻപുണ്ടായ പല പാസ്റ്റിലെ കാര്യങ്ങൾ കൊണ്ടാകാം, റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പിലോ ഉണ്ടായ ചില കാര്യങ്ങൾ കൊണ്ടാകാം. നിങ്ങളിൽ ചിലർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നതായി കാണുന്നു. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാകാം. എന്നാൽ ഇവിടെ കാണുന്നത് ഈ വർഷത്തിനുള്ളില് നിങ്ങളുടെ സോൾ ഫാമിലിയിൽ നിന്നുള്ള 2-3 വ്യക്തികള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. അവരെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നാം. എന്നെപ്പോലെ ചിലരുണ്ട് എന്നുള്ള സന്തോഷമുണ്ടാവും. ആ വ്യക്തി ചിലപ്പോൾ ഇന്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമൺ ഗ്രൂപ്പ് വഴിയോ ആകാം നിങ്ങൾ പരിചയപ്പെടുന്നത്. ചിലപ്പോൾ ഒരു ഫ്രണ്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ പോലെയോ ഒക്കെ നിങ്ങളുടെ മുൻപിൽ അവര് വരാം. ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. അങ്ങനെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചിരിക്കുന്നവരോടാണ്. പക്ഷേ അവരുമായിട്ട് നല്ല ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചില യാത്രകൾ പോകാനുള്ള സാധ്യതകൾ കാണുന്നു. അങ്ങനെ യാത്ര ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എവിടെയാണെങ്കിലും അത് വിട്ടുകളയരുത്. ആ യാത്ര നിങ്ങൾക്ക് ചില ക്ലാരിറ്റി, ചില ഐഡിയാസ് ഒക്കെ നൽകാം. ആ സ്ഥലത്തെ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വേറൊരു രീതിയിൽ കാണാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഒരു ഹീലിംഗ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളിൽ ഉണ്ടാക്കും. ഓർക്കുക, ഈ വർഷത്തിനുള്ളിൽ എപ്പോഴായാലും എവിടെയെങ്കിലും പോകാൻ അവസരം കിട്ടിയാൽ അത് നിങ്ങൾ വിട്ടുകളയരുത്. അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുന്നത് ദിവസവും വിഷ്വലൈസേഷൻ, പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കുന്നുവോ അത്രത്തോളം നിങ്ങളിൽ നെഗറ്റീവ് ചിന്തകൾ മാഞ്ഞു പോകും. നിങ്ങളിൽ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ആ ഒരു രീതി കൂടും. അതുകാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് വളർച്ചയും അനുഗ്രഹങ്ങളും വേഗത്തിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഗ്രൗണ്ടിങ് നിങ്ങൾക്ക് എക്സസൈസ് വഴിയോ മെഡിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ പ്രാണായാമ വഴിയോ യോഗ വഴിയോ പ്രാർത്ഥന വഴിയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് രീതിയാണോ കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നുന്നത് അതുവഴി നിങ്ങൾ ചെയ്യുക. അതുപോലെ വരുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട്. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ ചില വാക്കുകൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വേദന ഉണ്ടാക്കാം. എത്രയൊക്കെ സോറി പറഞ്ഞാലും ചില സമയത്ത് നിങ്ങളുടെ ചില വാക്കുകളിൽ നിന്നും വരുന്ന ചില വൈബ്രേഷൻസ്, നമ്മുടെ ത്രോട്ട് ചക്രയിൽ നിന്നുള്ള ചില വൈബ്രേഷൻസ് അടുത്ത വ്യക്തിയിൽ എത്തുമ്പോൾ അത് വളരെയധികം ഡീപ്പ് ഇമ്പാക്റ്റ് നെഗറ്റീവ്ലി ആ വ്യക്തിക്ക് ഉണ്ടാവാം. അതുകൊണ്ട് ഒരിക്കലും ദേഷ്യത്തോടെ ആരോടും നെഗറ്റീവായിട്ട് പറയാതിരിക്കുക. ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ മുറിവിൽ നിന്നുണ്ടാകുന്ന വേദനയിൽ നിന്നും പുറത്തു കടക്കുന്നതിന് പ്രത്യേകം ഹീലിംഗ് ചെയ്യേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ദേഷ്യം എപ്പോൾ വന്നാലും വേറൊരു മുറിയിൽ പോവുക, അല്ല ഫോണിൽ കൂടി സംസാരിക്കുകയാണെങ്കിൽ ഫോൺ വെക്കുക.
നിങ്ങൾ സ്വയം ഒരു ബാലൻസ് സ്റ്റേജിൽ കൊണ്ടുവന്നതിന് ശേഷം ബാക്കി സംസാരിക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് പൂക്കൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെടികൾ ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിൽ റൂമിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ഒരു പൂവ് കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ്, അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് നൽകും. അതുപോലെ നിങ്ങളിലുള്ള സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കുന്ന എനർജിയെ അത് നീക്കം ചെയ്യും. നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാം. അതുവഴി നിങ്ങളുടെ വീട്ടിൽ ഗ്രൗണ്ടിങ് ഉണ്ടാവും, എനർജി ബാലൻസ്ഡ് ആകും. അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കളും അല്ലെങ്കിൽ ചെടികളൊക്കെ വീട്ടിലോ റൂമിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം അതിൽ നിന്നും ഒരു സ്റ്റാഗ്നന്റ് എനർജി ധാരാളമായിട്ട് ഉണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ നിങ്ങളെ താഴ്ത്തി കാണിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ വില കുറച്ച് കാണിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരെന്തോ ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവരാകാം, അല്ലെങ്കിൽ ചില ബന്ധുക്കളാകാം, അയൽവാസികളാകാം, ചില ഫ്രണ്ട്സ് ആകാം. അങ്ങനെയുള്ള വ്യക്തികളോട് നിങ്ങൾ ഇപ്പോൾ വഴക്കുണ്ടാക്കാൻ പോകരുത്. എന്നാൽ നിങ്ങളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള ആ ഒരു വാക്ക് കൃത്യമായി തന്നെ പറയുക. ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് അല്ലെങ്കിൽ പൈസയൊക്കെ വരുന്നതായി കാണാം. ചില വ്യക്തികൾക്ക് പുതിയ വണ്ടി, അല്ലെങ്കിൽ പുതിയ വീട്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായി കാണാം. നിങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് വെക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആ ഒരു നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിച്ചാൽ വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ കാണില്ല. പക്ഷെ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങൾക്ക് ടെൻഷൻ തരുന്നു, അത് നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ തടയുന്നു. അതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്സ് കൊടുത്ത് ഇപ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ് ചിന്തകൾ എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് വന്നാലും നിങ്ങൾ കണ്ടിന്യൂസ്ലി അതിനെ റിജക്റ്റ് ചെയ്യുക. അല്ല, ഇത് എനിക്കുള്ളതല്ല എന്ന് തന്നെ നിങ്ങൾ പറയുക. മുൻപ് പറഞ്ഞതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് തന്നെ ചെയ്യുക. നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു വർഷം തീരുന്നതിന് മുൻപ് നിങ്ങളിൽ ആ ഒരു എനർജി ബാലൻസ്ഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതുപോലെ പൈസ, കരിയർ, സെൽഫ് ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, ലവിൽ ഒക്കെ ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.